നമസ്കാരം. SCCയുടെ കേസിനെ സംബന്ധിച്ച് ഫൗണ്ടേഴ്സ് ഉന്നയിച്ച സംശയങ്ങളെല്ലാം നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകളിലൂടെ വിശദീകരിച്ച പ്രകാരം ഭൂരിഭാഗം ഫൗണ്ടേഴ്സിനും സംശയങ്ങൾ തീർന്നിട്ടുണ്ട് എന്ന ഫീഡ്ബാക്കുകൾ ലഭിച്ചതിനാൽ ഓൺ പാസീവിന്റെ SCC കേസിന്റെ ബാക്കി PDF പേജുകളെല്ലാം അവതരിപ്പിച്ച് ഇനി സമയം കളയുന്നില്ല. നമ്മുടെ ആവശ്യം ഓൺ പാസീവ് ഒരു ഫ്രോഡ് കമ്പനി ആയിരുന്നു എന്ന് തെളിയിക്കുകയും അതിന്റെ പ്രധാന തട്ടിപ്പ് എങ്ങനെയായിരുന്നു എന്നും പാവപ്പെട്ട ഫൗണ്ടേഴ്സിനും മനസ്സിലാക്കി കൊടുക്കുക എന്നതുമാണ്. അത് കഴിഞ്ഞ വീഡിയോ പരമ്പരകളിലൂടെ നമ്മൾ കൃത്യമായി അവതരിപ്പിക്കുകയും ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആഷ് മുഫാരയും ലീഡർമാരും നമ്മോട് പറഞ്ഞ കെട്ടിച്ചമച്ച ഒരു കഥയെക്കുറിച്ചാണ്. എന്തായിരുന്നു അത്? ഓൺ പാസീവ് എന്ന കമ്പനി പരാജയപ്പെടാൻ കാരണം SCCയുടെ നിയമക്കുരുക്കുകൊണ്ടും പിന്നെ കമ്പനിയുടെ കാര്യങ്ങൾ വിശ്വസിച്ചേൽപ്പിച്ചിരുന്ന ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിരുന്ന മുഹമ്മദ് കമാലും ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസറായിരുന്ന മൈക്കൽ തോമസ് കുറനെയും പിന്നെ അവർ ഔദ്യോഗികമായി കൃത്യമായി വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും പബ്ലിക്കിൽ ആഷ് മുഫാരയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമായിരുന്ന പേരുകളിൽ ഒരാളായിരുന്ന ചീഫ് മാർക്കറ്റിംഗ് ഓഫീസറായിരുന്ന മുഹമ്മദ് നസാൽ എന്നിവരെല്ലാം ചേർന്ന് കമ്പനിയെയും ആഷ് മുഫാരയെയും ചീറ്റ് ചെയ്ത് പണവുമായി കടന്നുകളഞ്ഞതുകൊണ്ടാണ് എന്നും ഈ കാരണം കൊണ്ട് എംപ്ലോയീസിന്റെ സാലറി കൊടുക്കാൻ പറ്റാതെയാവുകയും കണക്ട് എന്ന പെയ്ഡ് പ്രോഡക്റ്റ് മാർക്കറ്റിലിറക്കി ഫൗണ്ടേഴ്സിന്റെ കമ്മീഷൻ കൊടുക്കാൻ സാധിക്കാതിരുന്നു, അങ്ങനെ കമ്പനി തകർച്ചയിലേക്ക് പോയി എന്നെല്ലാമുള്ള ലൊട്ടിലൊടുക്ക് ന്യായങ്ങളായിരുന്നു. എന്നാൽ ശരിക്കും എന്തായിരിക്കും ഇതിന്റെ പിന്നിലെ ഗൂഢാലോചന എന്ന് നമുക്ക് ഇന്നിവിടെ കണ്ടെത്താം. ഇതിൽ SCCയുടെ നിയമക്കുരുക്ക് കമ്പനിയെ ബാധിച്ചു എന്ന് ആഷ് സത്യസന്ധമായി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കുറ്റസമ്മതം ഒരു കോമഡി ആയിട്ടാണ് തോന്നുന്നത്. കാരണം SCCയിൽ രജിസ്റ്റർ ചെയ്യാതെ ഒരു പബ്ലിക് കമ്പനി ജനങ്ങളുടെ കയ്യിൽ നിന്നും പണം മേടിച്ചു പറ്റിക്കാൻ നിന്നാൽ SCCക്ക് പിന്നെ അവരുടെ ജോലി ചെയ്യണ്ടേ? ഇത് റോഡിൽ പോലീസ് ചെക്കിംഗ് ഉള്ളതുകൊണ്ടായിരുന്നു ഹെൽമറ്റ് വെക്കാത്തതിന് എനിക്ക് ഫൈൻ കിട്ടിയത് എന്ന് പറയുന്നത് പോലെയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ ചതിയുടെ കഥ ആഷ് മുഫാരെ ഇപ്പോൾ തന്ത്രപരമായി ഒരുക്കിയ ഒരു തിരക്കഥയായിരുന്നു. കാരണം SCCയുടെ അന്വേഷണത്തിൽ അവർ തെളിയിച്ചത് ഓൺ പാസീവിന്റെ എല്ലാ സാമ്പത്തിക കാര്യങ്ങളിലും അവസാന തീരുമാനമെടുത്തിരുന്നത് ആഷ് മുഫാര തന്നെയായിരുന്നു. ഇപ്പോൾ പണം പോയി എന്ന് പറഞ്ഞ് അത് ദുബായിലെ ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവെക്കുന്നത് ഫൗണ്ടേഴ്സിലേക്ക് ബലിയാടുകളെ ഇട്ടുകൊടുക്കുന്ന ഒരു മാസ്റ്റർ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ്. ഇവിടെ നമുക്ക് ചോദിക്കാനുള്ള രണ്ട് ചോദ്യം. ഒന്ന്, അവരവകാശപ്പെട്ടിരുന്ന ഇത്രയും വലിയ കമ്പനിയുടെ പണം ഈ മുഹമ്മദ് കമാൽ, മൈക്കൽ തോമസ് കുറൻ എന്നിവർ മോഷ്ടിച്ചതാണെങ്കിൽ ആഷ് മുഫാരെ എന്തുകൊണ്ടാണ് അവർക്കെതിരെ നിയമ നടപടി എടുക്കാതിരുന്നതും നഷ്ടപ്പെട്ട പണം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കാതിരുന്നതും? ചോദ്യം രണ്ട്, അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാതെ പകരം ആഷ് മുഫാരെ എന്തുകൊണ്ടാണ് SCCയുമായി ഒത്തുതീർപ്പിന് പോയി കോടികൾ പിഴയടയ്ക്കാൻ സമ്മതിച്ചത്? ഇതിലൂടെയെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടത് ഇത് ഇവരെല്ലാവരും ചേർന്നുള്ള ഒരു കൂട്ടുകച്ചവടമായിരുന്നു, ദ ജോയിന്റ് സ്കാം. ഈ സ്കാം ആഷ് മുഫാരെ എന്ന വ്യക്തിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പ് നടക്കുമ്പോൾ അതിന് പല ഡിപ്പാർട്ട്മെന്റുകളുടെയും സഹായം വേണം. ആഷ് മുഫാരെ ഒരു CEO പദവിയിലിരുന്ന് ജനങ്ങളിലേക്ക് സ്വപ്നം കാണിക്കാനും സംസാരിക്കാനും പിന്നെ മുഹമ്മദ് നസാൽ വലിയ പരസ്യങ്ങളിലൂടെയും ഇവന്റുകളിലൂടെയും വിശ്വാസ്യതയുണ്ടാക്കാനും മുഹമ്മദ് കമാൽ ആൻഡ് കുറൻ എന്നിവരുടെ ജോലി പണം എങ്ങോട്ട് പോകുന്നു, എങ്ങനെ മറയ്ക്കണം എന്ന് തീരുമാനിക്കലുമായിരുന്നു. ഇങ്ങനെ ഒരു സംഘം ചേർന്ന് പ്ലാൻ ചെയ്ത ഒരു മാസ്റ്റർ സ്കാം പ്രോജക്റ്റ് ആയിരുന്നു ഓൺ പാസീവ് എന്ന കമ്പനി. ഇതിൽ ലാഭം കിട്ടുന്ന കാലത്തോളം അവർ ഒരേ ടീമായിരുന്നു. ഇപ്പോൾ നിയമം അവരെ പിരിമുറുക്കുമ്പോൾ അവർ തമ്മിൽ തല്ലുന്നതായി നമ്മോട് അഭിനയിക്കുകയും ഓരോരുത്തരായി മുങ്ങുകയും ചെയ്യുന്നു. ഇവിടെ നമുക്ക് മറ്റൊരു സംശയം വരാം. എന്താണത്? ആഷ് മുഫാരയാണോ ഇനി ഇവരെ ചതിച്ചത് എന്നൊരു ചോദ്യം വരാം. പക്ഷേ അങ്ങനെ അല്ല എന്ന് ഉറപ്പിക്കാൻ മറ്റൊരു കാര്യം കൂടി ഇതിലുണ്ട്. ആഷ് മുഫാരയാണ് മുഹമ്മദ് കമാലിനെയും മൈക്കൽ തോമസ് കുറനെയും മറ്റു മാനേജ്മെന്റുകളെയും ചതിച്ചത് എങ്കിൽ അവരും എന്തുകൊണ്ട് ആഷ് മുഫാരയ്ക്കെതിരെ തിരിച്ച് കേസ് കൊടുക്കുകയോ കോടതിയിലോ പോവുകയോ ചെയ്തില്ല? ഇങ്ങനെ യാതൊരു റിപ്പോർട്ടും നമുക്ക് SCCയുടെ കേസിന്റെ കുറ്റപത്രത്തിൽ നിന്നോ USAയിലെ ഫെഡറൽ കോർട്ടിലെ ഔദ്യോഗിക വിവരങ്ങളിൽ നിന്നോ ലഭിക്കുകയും ചെയ്തില്ല. അപ്പോൾ ഇതിന്റെ കാരണം എന്താണ് എന്ന് നമുക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാവും. ഇവർ പരസ്പരം കേസ് കൊടുത്താൽ എല്ലാവരുടെയും കള്ളത്തരങ്ങൾ പുറത്തുവരും. ആഷിനെതിരെ മുഹമ്മദ് കമാൽ, മൈക്കൽ തോമസ് കുറൻ എന്നിവർ സംസാരിച്ചാൽ ഇവരെല്ലാം നടത്തിയ പണമിടപാടുകൾ ആഷ് പുറത്തുവിടും. അതുകൊണ്ട് നിങ്ങൾ മിണ്ടണ്ട, ഞാനും മിണ്ടില്ല എന്ന കരാറിൽ അവർ പിരിഞ്ഞിട്ടുണ്ടാകാം. നിലവിൽ ഈ കേസിൽ എല്ലാവരും SCCയുടെ നിരീക്ഷണത്തിലാണ്. ഇതിനിടയിൽ ഒരു കേസിന് പോയാൽ അമേരിക്കൻ ഗവൺമെന്റ് ഏജൻസികൾ ഇവരെ കൂടുതൽ വരിഞ്ഞു മുറുക്കും. അതൊഴിവാക്കാൻ അവരെല്ലാം ഇപ്പോൾ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ആഷ് അവർക്ക് കൊടുക്കാനുള്ള വിഹിതം കൊടുത്ത് വായടപ്പിച്ചിട്ടുണ്ടാകാം. ഇനി ഞാൻ നിങ്ങളെ ചീത്ത പറയും, ഫൗണ്ടേഴ്സിന്റെ ദേഷ്യം മാറ്റാൻ എനിക്ക് വേറെ വഴിയില്ല, നിങ്ങളത് കേട്ട് മിണ്ടാതിരുന്നോ എന്നവർ തമ്മിൽ ധാരണയുണ്ടാക്കാനും ഇത് ഇത്തരം സ്കാം കമ്പനികളിലെ അവസാന ഘട്ടത്തിൽ നടക്കുന്ന നാടകങ്ങളുമാണ്.
ഇങ്ങനെ ആഷ് മുഫാരെ മാത്രം അവരെ ബലിയാടാക്കുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉത്തരം വളരെ സിമ്പിളാണ്. ഫൗണ്ടേഴ്സിന്റെ മുന്നിൽ ആഷിന് താൻ ഒരു പുണ്യാളനും നന്മ നിറഞ്ഞവനുമാണ് എന്ന് തെളിയിക്കണം. ഞാൻ പണം തരാൻ നോക്കി, പക്ഷേ ഈ 3 പേർ അത് കവർന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി സമയം തരൂ, ഞാൻ എല്ലാം ശരിയാക്കാം. ഇങ്ങനെ പറയുമ്പോൾ മലയാളികളടക്കമുള്ള ആയിരക്കണക്കിന് ഫൗണ്ടേഴ്സിന്റെ സഹതാപം വീണ്ടും പിടിച്ചുപറ്റുകയും പണം നഷ്ടപ്പെട്ട ഫൗണ്ടേഴ്സിന്റെ ദേഷ്യം ആഷിൽ നിന്ന് മാറി ഈ 3 പേരിലേക്ക് പോവുകയും കമ്മീഷൻ ചോദിക്കുന്ന ഫൗണ്ടേഴ്സിന്റെ വായടപ്പിക്കുകയും ചെയ്യാം. ഒരു തരം ഇമോഷണൽ ഡൈവേർഷനാണിത്. ഇപ്പോഴത്തെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, കമ്പനിയുടെ പക്കൽ ഫൗണ്ടേഴ്സിന് നൽകാൻ മതിയായ വരുമാനമോ പണമോ ഇല്ല. ഒരു പിരമിഡ് സ്കീമിൽ പുതിയ ആൾക്കാർ ചേരുന്നത് നിൽക്കുമ്പോൾ പണം നിലയ്ക്കും. അപ്പോൾ ആ പണം എവിടെ പോയി എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ആഷ് കണ്ടുപിടിച്ച തിരക്കഥയാണ് ഈ മോഷണം. ഇപ്പോൾ ആഷ് അവരെ ബലിയാടാക്കുകയാണ്, പക്ഷേ അവരും നിരപരാധികളല്ല. ആഷിനെതിരെ അവർ കേസ് കൊടുക്കാത്തത് അവർക്കും ഈ തട്ടിപ്പിൽ തുല്യ പങ്കാളിത്തമുള്ളതുകൊണ്ടാണ്. പുറത്തുനിന്ന് നോക്കുന്ന നമുക്ക് ഇതൊരു അടിപിടിയായി തോന്നാം, പക്ഷേ അകത്ത് അവർ ഇപ്പോഴും ഒന്നായിരിക്കാം. ചുരുക്കി പറഞ്ഞാൽ, ഫൗണ്ടേഴ്സിനെ സമാധാനിപ്പിക്കാൻ ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഭൂലോക ഫ്രോഡും ഒരു മാന്യന്റെ മുഖമൂടിയും ധരിച്ചെത്തിയ ആഷ് മുഫാരയുടെ കെട്ടിച്ചമച്ച ഒരു കഥ മാത്രമാണിത്. ഇവനെ അന്ധമായി വിശ്വസിച്ച് നെഞ്ചിലേറ്റിയ നിങ്ങൾ ഫൗണ്ടേഴ്സിന് ഇത് ഉൾക്കൊള്ളാൻ സമയമെടുക്കും എന്നറിയാം, എങ്കിലും ഉൾക്കൊണ്ടേ തീരൂ. ഇപ്പോൾ എന്തുകൊണ്ടാണ് ആഷ് മുഫാരെ ഫെഡറൽ കോർട്ടിൽ കമ്പനിയുടെ പണം മുഹമ്മദ് കമാലും കൂട്ടരും കൊണ്ടുപോയി എന്ന കാര്യം അവതരിപ്പിക്കാത്തതും SEC ചുമത്തിയ പിഴ വേഗത്തിൽ അടച്ച് ഈ കേസ് പെട്ടെന്ന് ക്ലോസ് ചെയ്ത് അവൻ തടി തപ്പിയത് എന്നെല്ലാം പൂർണ്ണമായും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഓൺ പാസീവിന്റെ തട്ടിപ്പുകൾ വെളിപ്പെടുത്തുന്നതിന്റെ വീഡിയോ പരമ്പരകളുടെ അവസാന ഭാഗമായി വിക്ടറി വിത്ത് ആഷ് എന്ന പ്ലാറ്റ്ഫോമിന്റെ നാടകം എന്താണെന്നും ആ വെബ്സൈറ്റിന്റെയും കമ്മ്യൂണിറ്റിയുടെയും ആയുസ് എത്ര കാലമുണ്ടാകും എന്നുള്ള കണ്ടെത്തലുകളുടെ വിശദീകരണവുമായി അടുത്ത പാർട്ടിൽ നമുക്ക് കാണാം. See you. Bye. Thank you.